ലേണേഴ്സ് വെൽക്കം ടു റൈസ് ഏഗൺ. അപ്പൊ മക്കളെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് പത്രനീതി. എന്തായാലും 4 മാർക്കിനും 6 മാർക്കിനും അല്ലെങ്കിൽ 2 മാർക്കിന് പോലും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠമാണ് നമ്മുടെ പത്രനീതി. അതിൽ കൃത്യമായിട്ടും ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ, അതുപോലെ തന്നെ പത്രത്തെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ ഉദ്ധരണികൾ, പിന്നെ അതുപോലെ തന്നെ പത്രം എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. എസ്സേ വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ളത് മിസ് ഒരു കോണ്ടന്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയം ഒന്ന് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്, പത്രം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അല്ലെ, ഈ ലോകത്തിലുള്ള എല്ലാ വൃത്താന്തങ്ങളെ കുറിച്ചുമുള്ള അറിവ് തരുന്നുണ്ട്. അതായത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, മറ്റ് രാജ്യങ്ങളിലെ വാർത്തകളും ഒക്കെ എന്താണ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു മോഷണമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ലോകത്തെ അറിയിക്കുന്നതും ആര് തന്നെയാണ്? പത്രങ്ങൾ തന്നെയാണ്. പക്ഷെ അത്ര കണ്ട് പത്രങ്ങൾ എന്താണ് വിമർശിക്കപ്പെടുന്നില്ല. പത്രങ്ങൾ എല്ലാത്തിനെയും വിമർശിക്കുന്നുണ്ട്, എന്നാൽ പത്രങ്ങൾ എന്താണ് വിമർശിക്കപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ മെയിൻ ആശയം. നിങ്ങൾ എഴുതുന്ന സമയത്ത് എഴുതണം, പത്രങ്ങൾ എല്ലാത്തിനെയും പറ്റി വിമർശിക്കുന്നുണ്ടെങ്കിലും അത്ര കണ്ട് പത്രങ്ങൾ എന്താണ് വിമർശിക്കപ്പെടുന്നില്ല എന്നതാണ് സുകുമാർ അഴീക്കോട് ഈ ഒരു എന്താണ് ലേഖനത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, പത്രം എന്ന വിരോധാഭാസം എന്നാൽ എന്താണ്? അതായത് പത്രങ്ങൾ ഇപ്പോൾ ഞാൻ എന്താണ് ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പത്രം ഒരു തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്താൽ ആ തെറ്റിന് പോലും പ്രചാരം ലഭിക്കണമെങ്കിൽ എനിക്ക് പത്രത്തെ ആശ്രയിക്കണം. നിങ്ങൾ കൊടുത്ത എന്താണ് എന്നെ ഇപ്പോൾ ഒരു ABC എന്ന് പറയുന്ന ഒരു പത്രം എന്നെ കുറിച്ച് തെറ്റായ വാർത്ത കൊടുത്തു, ഞാൻ ആ ABC പത്രത്തെ തന്നെ ആശ്രയിച്ചിട്ട് പറയണം ഇവരെന്നെ കുറിച്ച് തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തു എന്ന്. അതാണ് പത്രം എന്ന വിരോധാഭാസം. അതായത് പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം ലഭിക്കണമെങ്കിൽ പത്രത്തെ ആശ്രയിക്കണം. ഇതാണ് പത്രം എന്ന വിരോധാഭാസം. 2 മാർക്കിന് ചോദിച്ചാൽ എഴുതിക്കൊള്ളണം. പിന്നെ അതിനുശേഷം എന്താണ് പത്രത്തെ, അതായത് പത്രത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, പത്രം എത്രത്തോളമാണ് ഒരു സമൂഹത്തെ എന്താണ് മുന്നോട്ട് നയിക്കുന്നത് എന്നതിനെ കുറിച്ച് ചില ആളുകളുടെ ഉദ്ധരണികളാണ് പിന്നീട് ഈ പാഠഭാഗത്ത് പറയുന്നത്. ആദ്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങൾ എല്ലാത്തിനെയും വിമർശിക്കുന്നുണ്ട്, എന്നാൽ പത്രങ്ങളെ ആരും വിമർശിക്കുന്നില്ല. പത്രങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് അവർ ചെയ്തത് ശരിയായില്ല, കുട്ടികൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇതൊക്കെ അവർ വിമർശിക്കുന്നുണ്ട്. പക്ഷെ പത്രങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആരും വിമർശിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സത്യം. അതുപോലെ പത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. അതിൽ പ്രധാനിയാണ് നെപ്പോളിയൻ പറയുകയുണ്ടായി, ഞാൻ എന്താണ് ബയനറ്റിനേക്കാൾ പേടിക്കുന്നത് പത്രത്തെയാണ്, ഞാൻ മൂർച്ചയുള്ള ആയുധത്തെക്കാൾ ഞാൻ പേടിക്കുന്നത് എന്തിനെയാണ് അല്ലെ, ഞാൻ എന്താണ് പത്രത്തെയാണ്. കാരണം അത്രത്തോളം എന്താണ് പത്രങ്ങൾക്ക് ഏതൊരു സ്വേച്ഛാധിപതിയെ പോലും, ഏതൊരു ഭരണാധികാരിയെ പോലും എന്താണ് താഴേക്കിടാനുള്ള കഴിവുണ്ട് എന്നാണ് നെപ്പോളിയൻ ഈ പറഞ്ഞതിലെ അർത്ഥം. അപ്പോൾ ആരാണ്? നെപ്പോളിയൻ ആണ് പറഞ്ഞത്, ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് എന്തിനെയാണ്? പത്രത്തെയാണ് ഭയക്കുന്നത് എന്ന്. അടുത്തത് ആര് പറഞ്ഞു? മറ്റൊരു ചിന്തകൻ പറഞ്ഞു, എനിക്ക് ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്ന് വായിച്ച് അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന് ഞാൻ നേടിയതാണ് എനിക്ക് ആകെയുള്ള അറിവ് എന്ന്. അപ്പൊ അത്രത്തോളം എന്താണ് നമുക്ക് അറിവ് പകരുന്ന ഒന്നാണ് പത്രം എന്നുള്ളതും എന്താണ് ഒരു ചിന്തകൻ പറഞ്ഞു. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് എന്ത്? പത്രം എന്നും ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ജെഫേഴ്സൺ ആണ്. ജെഫേഴ്സൺ പത്രത്തെക്കുറിച്ച് എന്താണ് ഒരു നിർവചനം നിർവചിച്ചു, ഇതായിരിക്കണം പത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞത് അല്ലെങ്കിൽ പത്രം എന്താണ് പത്രമല്ല എന്ന് കൂടെ പറഞ്ഞു. ജെഫേഴ്സൺ എന്താണ് പറഞ്ഞത്? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുക. എന്താണ്? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുക. അഭിലഷിക്കുക എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ഇപ്പൊ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യം എടുക്കുക, ഇവിടെ എന്താണ് പത്രമില്ല, ഭരണം മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു രാജ്യത്തെ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പത്രം മാത്രമേ ഉള്ളൂ, ഭരണമില്ലെങ്കിൽ ആ രാജ്യത്തെ ആയിരിക്കും ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പത്രമുണ്ടെങ്കിൽ എല്ലാമായി. ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പത്രം കൊണ്ട് മാത്രം സാധിക്കും എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിനർത്ഥം. കാരണം അത്രത്തോളം പത്രങ്ങൾ എന്താണ് സത്യസന്ധമായിരിക്കണം, ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ജെഫേഴ്സൺ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുക. പിന്നീട് നമ്മൾ പറയുന്നത് ഈ പത്രങ്ങൾക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞല്ലോ പത്രത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ. ഇതല്ലാതെ പത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അംഗീകാരം, പത്രം ഇങ്ങനെയാണ്, പത്രം ഭരണമില്ലെങ്കിലും
എന്താണ് പത്രമുള്ള അവസ്ഥയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് ഇന്നത്തെ കാലത്ത് കാലക്രമേണ എന്താണ് ഒരു കറുത്ത നിഴൽ വന്നു. എന്താണ് ആ കറുത്ത നിഴൽ? കാരണം പത്രങ്ങൾ ഇന്ന് സത്യവും നീതിയും ധർമ്മവും വെടിഞ്ഞു എന്നതാണ് അതിന് നേരിടേണ്ടി വരുന്ന കറുത്ത നിഴൽ. അതായത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും സാമ്പത്തികപരമായിട്ട് ഉയർന്നവർക്ക് വേണ്ടിയിട്ടും സമുദായക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പത്രങ്ങൾക്ക് എന്താണ് വാർത്തകൾ വളച്ചൊടിക്കേണ്ടി വരുന്നു. അപ്പോൾ പത്രങ്ങൾ എന്താണ് ആ സത്യസന്ധതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബഹുമതിയിൽ നിന്നും താഴോട്ട് പോകുന്നതിനെയാണ് കറുത്ത നിഴൽ എന്നുദ്ദേശിക്കുന്നത്. പത്രങ്ങൾ എന്താണ് നീതിപൂർവമല്ലാത്ത പ്രവൃത്തിയെയാണ് കറുത്ത നിഴൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പത്രങ്ങളെക്കുറിച്ച് പലരും പിന്നീട് നമ്മുടെ പത്രങ്ങൾ മോശം അവസ്ഥയിലേക്ക് പോയി. അതിനെക്കുറിച്ച് പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ഓസ്കാർ വൈൽഡ്. ഓസ്കാർ വൈൽഡ് പറഞ്ഞു എന്താണ് സാഹിത്യം ഇന്ന് വായിക്കപ്പെടുന്നില്ല, പത്രങ്ങൾ വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഓസ്കാർ വൈൽഡ് പറഞ്ഞു. കാരണം ഓസ്കാർ വൈൽഡ് ഒരു കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എന്ത് സാഹിത്യം ഇന്ന് ആരും വായിക്കുന്നില്ല, പത്രങ്ങളാണ് ഒട്ടും വായിക്കാൻ കൊള്ളില്ല, അത്രയും മോശമാണ് പത്രം എന്ന് ആര് പറഞ്ഞു? ഓസ്കാർ വൈൽഡ് എന്ന ഒരു സാഹിത്യകാരൻ പറഞ്ഞു. എന്നാൽ പലരും എന്താണ് ഓസ്കാർ വൈൽഡിന് വലിയ വില കൽപ്പിക്കാറില്ല. പക്ഷേ നമ്മൾ വില കൽപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ആര്? നമ്മുടെ ഇബ്സൻ. ഇബ്സനും എന്താണ് പത്രത്തെ മോശമായിട്ട് പറഞ്ഞു. കാരണം എന്താണ് നമ്മുടെ ജീവിതത്തെയൊക്കെ എന്താണ് അത്രയധികം നാടകത്തിലൂടെ അവതരിപ്പിച്ച് വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു നാടകകൃത്താണ് ഇബ്സൻ. അപ്പോൾ ഇബ്സൻ പറഞ്ഞത് എന്താണ്? അതായത് ഇബ്സൻ പറഞ്ഞു മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ എന്താണ് പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും മേൽ എന്താണ് പരീക്ഷണം നടത്തട്ടെ. കാരണം നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയ പരീക്ഷണം, പുതിയൊരു മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ പുരുഷന്മാർ എന്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നൊക്കെ പരീക്ഷണം, ഇതൊക്കെ നമ്മൾ നടത്തുന്നത് എവിടെയാ? എലിയുടെയോ പൂച്ചയുടെയോ ഒക്കെ മേലിലായിരിക്കും, മൃഗങ്ങളുടെ മേലിലായിരിക്കും നമ്മൾ പരീക്ഷണം നടത്തുക. അപ്പോൾ അവരെന്ത് ചെയ്യട്ടെ? പത്രപ്രവർത്തകരുടെയോ രാഷ്ട്രീയക്കാരുടെയോ മേൽ എന്താണ് പരീക്ഷണം നടത്തട്ടെ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഇബ്സൻ പറഞ്ഞു. കാരണം അത്രത്തോളം തൊലിക്കട്ടിയുള്ളവരായിട്ട് ഇന്ന് പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും മാറി എന്നതാണ് ഇബ്സൻ ഈ പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ ഓസ്കാർ വൈൽഡും ഇബ്സനുമാണ് പത്രത്തെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ആരാണ്? ഒരു എഴുത്തുകാരൻ കൂടെ പറഞ്ഞു ഒരു എഴുത്തുകാരൻ പറഞ്ഞു എന്ത്? പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. കാരണം ഇപ്പം ഞാൻ ഒരാളെ കൊന്നു എന്ന് ഒരു കള്ളത്തരം പറഞ്ഞു, എന്നിട്ട് അവർ ആവർത്തിക്കുകയാണ്. അവിടെ പോയിരുന്നു, ഇവിടെ കണ്ടിരുന്നു, അവർ കണ്ടിരുന്നു, ഇങ്ങനെ പറഞ്ഞത് ആവർത്തിച്ച് സത്യമാക്കുകയാണ് ഇന്ന് പത്രങ്ങൾ ചെയ്യുന്നത് എന്ന് ഒരു എഴുത്തുകാരൻ പറഞ്ഞു. പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഇന്ന് പത്രങ്ങൾ ചെയ്യുന്നു. അത്രയും മോശപ്പെട്ട ഒന്നായിട്ട് ഇന്ന് പത്രങ്ങൾ മാറി എന്നാണ് ആര് പറയുന്നത്? ഒരു എഴുത്തുകാരൻ പറഞ്ഞത്. പിന്നീട് സുകുമാർ അഴീക്കോട് പറയുന്നത് പണ്ടെന്താണ് ഞാൻ വായിച്ചിരുന്ന ഒരു രീതിക്കല്ല ഇന്ന് പത്രങ്ങൾ ഞാൻ വായിക്കുന്നത്. പണ്ടൊരു സത്യസന്ധത പത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആ സത്യസന്ധതയിൽ നിന്നും എന്താണ് പത്രങ്ങൾ ഒരുപാട് വഴിമാറിയിരിക്കുന്നു. ഇന്ന് ഞാൻ പത്രങ്ങൾ വായിക്കുന്നത് എന്താണ്? ഒരു ദുശീലമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ധൂമപാനം പോലെയാണ്, പുകവലി പോലെയാണ് ഞാൻ ഇന്ന്. അതിനോടൊരു അഡിക്ഷൻ ഉള്ളത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് പത്രം വായിക്കുന്നത്. കാരണം ഇന്നത്തെ പത്രം വായിക്കുന്നതും വായിക്കാത്തതും എന്താണ് ഒരുപോലെ തന്നെയാണ് എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. ഇന്ന് എന്താണ് ഒരുപാട് പത്രങ്ങൾ വെച്ച് വായിച്ചു നോക്കിയാലേ സത്യങ്ങൾ കണ്ടെത്താൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം ഇന്ന് വാർത്തയിൽ നിന്നും ഒരു സത്യമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഗുണിക്കലും ഹരിക്കലും എന്താണ് നിഗമനത്തിൽ എത്തലും ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് ആര് പറയാണ്? സുകുമാർ അഴീക്കോട് പറയാണ്. ഇന്ന് പത്രങ്ങൾ അത്രത്തോളം മോശം അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് സുകുമാർ അഴീക്കോട് അവസാന ഭാഗത്ത് പറയുന്നത്. ഇതാണ് നമ്മുടെ പത്രനീതി എന്ന പാഠഭാഗത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആശയം. നിങ്ങൾ കൃത്യമായിട്ട് എസ്സേക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ പഠിച്ചോളണം. അപ്പോൾ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെ ഉദ്ധരണികൾ പലരും പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം? കോട്ടിങ്സ് ആയിട്ട് പഠിച്ചോളാം. അപ്പം എല്ലാവരും ഒരു എസ്സേക്ക് വേണ്ട രീതിയിലും പഠിച്ചോളണം. 1 മാർക്ക് 2 മാർക്ക് 4 മാർക്കിന് വന്നാലും എഴുതാവുന്ന രീതിയിൽ പഠിച്ചോളണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുക, ആരാണ് എഴുതിയത്, ഏതിൽ നിന്നാണ് എടുത്തത് എന്ന കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ പഠിച്ചോളാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.